നമ്മൾ ഒരുവൻ നരകത്തിൽ പോയാൽ ഉത്തരവാദി ആരാണെന്നറിയാമോ? അത് നമ്മൾ മാത്രമാണ്. എന്നാൽ ആ യേശുക്രിസ്തു ക്രൂശിൽ മരിക്കുമ്പോൾ മനുഷ്യനെ പാപത്തിന്റെ ചങ്ങലയിൽ അടക്കപ്പെട്ടിരുന്ന സാത്താന്റെ അധികാരങ്ങളെ തകർത്ത് കളഞ്ഞു. അതേ സാത്താനെ ജയിച്ചവൻ ഒരുവനേ ഉള്ളൂ, അത് യേശുക്രിസ്തു ആകുന്നു. അവൻ ക്രൂശിൽ മരിക്കുമ്പോൾ സാത്താന്റെ അധികാരമായിരുന്ന മരണത്തിന്റെയും പാതാളത്തിന്റെയും താക്കോല് അവനെ കാൽക്കീഴിലാക്കി അവന്റെ കയ്യിൽ നിന്ന് തിരികെ എടുത്ത് ജീവപര്യന്തം മരണഭീതിയിലായിരുന്നവരെ പാതാളം തുറന്ന് രക്ഷിച്ചവന് ആ യേശുക്രിസ്തു കാൽവരി ക്രൂശിൽ മരിക്കുമ്പോൾ സാത്താന്റെ സർവായുധവർഗം താഴ്ത്തപ്പെട്ടിരിക്കുന്നു. ക്രൂശിൽ ജയോത്സവം കൊണ്ടാടിയിരിക്കുന്നു. ആ യേശുക്രിസ്തു കാൽവരി ക്രൂശിൽ മരിക്കുമ്പോൾ ദൈവവും മനുഷ്യനും തമ്മിലുള്ള ശത്രുത നീങ്ങിപ്പോയിരിക്കുന്നു. ദൈവത്തിനും മനുഷ്യർക്കും ഇടയിലുണ്ടായിരുന്ന തിരശ്ശീല നടുവെ ചീന്തിക്കളഞ്ഞുകൊണ്ട് ഏത് പാപിക്കും ത്യാഗങ്ങളോ ബലികളോ കർമ്മങ്ങളോ ആചാരങ്ങളോ വഴിപാടുകളോ തീർത്ഥാടനങ്ങളോ പദയാത്രകളോ നിന്റെ ശരീരത്തെ ദണ്ഡിപ്പിക്കാതെ നോയമ്പ് നോക്കാതെ വിശ്വസിക്കുന്ന ഏവരെയും സ്വർഗത്തിലേക്ക് സൗജന്യമായിട്ട് കൊണ്ടുപോകാൻ ഇതാ ജീവന്റെ പുതുവഴി പുതിയ നിയമം ആരംഭിച്ചിരിക്കുന്നു. മരണമുള്ള എല്ലാവരും കേട്ടുകൊള്ളുവിൻ. മരിച്ചതിന് ശേഷം നമ്മൾ കണക്ക് തീർക്കണം. ഈ പ്രസംഗത്തിന് എന്റെ മുമ്പിൽ നിങ്ങൾ കണക്ക് തീർക്കണം. നിങ്ങളെ എത്രമാത്രം സ്നേഹിച്ചുകൊണ്ടാണ് ഈ സുവിശേഷം പ്രസംഗിക്കുന്നത്. നിങ്ങളെ സ്നേഹിക്കുന്നവർക്ക് മാത്രമേ സുവിശേഷം പ്രസംഗിപ്പാൻ കഴിയത്തുള്ളൂ. എന്നാൽ യേശുക്രിസ്തു അടക്കപ്പെട്ടു. അവൻ മരിച്ചടം കൊണ്ട് തീർന്നിരുന്നുവെങ്കിൽ ഇന്ന് ഞാനിവിടുന്ന് പ്രസംഗിക്കേണ്ട കാര്യമില്ല. എന്നാൽ നമ്മുടെ പ്രത്യാശയുടെ നങ്കൂരമായിരിക്കുന്ന ഈ ക്രിസ്തു മരിച്ചടക്കപ്പെട്ടവെങ്കിലും മൂന്നാം ദിവസം മരണത്തെ ജയിച്ച് ഉയർത്തെഴുന്നേറ്റ ആദ്യത്തെ വ്യക്തിയായിട്ട്